ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സതീഷ് മരോട്ടിച്ചാല്. ഇന്ന് മൂന്നോണാണ്. കന്നിമാസം 1-ാം തീയതി. ചിങ്ങം കഴിഞ്ഞു, കന്നി ഒന്നായി. ശരിക്കും കന്നിമാസത്തിലേക്ക് നമ്മൾ തൃക്കാക്കരയപ്പനെയൊക്കെ നമ്മൾ ഓണത്തിന് വെച്ചാൽ പിന്നത്തെ മാസത്തേക്ക് വെക്കില്ല. അത് ആ മാസം തന്നെ എടുത്ത് മാറ്റണം. ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ ചെയ്യുക നാലോണത്തിനോ അഞ്ചോണത്തിനോ ആണ് ചെറുപ്പത്തിലൊക്കെ എൻ്റെ ഓർമ്മയിൽ ഈ തൃക്കാക്കരയപ്പനെ എടുത്ത് മാറ്റുന്നത്. ഇതിപ്പോൾ ഇന്നലെ തന്നെ എടുത്ത് മാറ്റി, മാസം മാറുന്ന കാരണം. ഈ തൃക്കാക്കരയപ്പൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ കുറച്ച് കാലം മുമ്പ് ഓർമ്മക്കുറിപ്പുകൾ എന്ന് പറഞ്ഞൊരു 3-4 എപ്പിസോഡ് ചെയ്തായിരുന്നു. പിന്നീട് അത് ഓരോ കാരണങ്ങളെ കൊണ്ട് നിന്നുപോയി. അപ്പോൾ ഇത് പഴയൊരു ഓർമ്മയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നതാണ്. ഓണത്തെ പറ്റി എല്ലാവരും പറയുമ്പോൾ സാധാരണ ഓണത്തിൻ്റെ ഉപ്പേരി, കായ വറുക്കൽ, പൂക്കൾ പറിക്കൽ, അല്ലെങ്കിൽ ഊഞ്ഞാലാട്ടം, ആഘോഷങ്ങൾ, പുലിക്കളിയൊക്കെ ആണെങ്കിലും എൻ്റെ മനസ്സിലേക്ക് ഓണം ആദ്യം ഓടിയെത്തുന്നത് തലയിലുണ്ടായൊരു മുറിവിലൂടെയാണ്. ഇവിടെ ഏകദേശം ഈ ഭാഗത്ത് ഒരു 5-6 സ്റ്റിച്ച് ഇടാൻ പാകത്തിനുള്ള ഒരു മുറിവ് 5-ാമത്തെ വയസ്സിൽ എനിക്കുണ്ടായി. അത് ഈ ഓണത്തോട് അനുബന്ധിച്ചാണ്. അതിനെപ്പറ്റി നിങ്ങളോടൊന്ന് പറയാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 5 മണി കഴിഞ്ഞു ഉമ്മറത്തിരിക്കുകയാണ്. കട മുടക്കാണ്. 3 ദിവസം, അതായത് ഞായർ, തിങ്കൾ, ചൊവ്വ. നാളെ മുതൽ കട തുറക്കും. ഇന്നത്തോടു കൂടി കഴിഞ്ഞു ഓണാഘോഷമൊക്കെ. പണ്ടൊക്കെ ആയിരുന്നു ആഘോഷങ്ങളും കാര്യങ്ങളെല്ലാം. നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വളരെ തീവ്രമായിട്ടുള്ള ഓർമ്മകളൊക്കെ കടന്നു വരും. വലുതാവും തോറും ജീവിതത്തിൻ്റെ ഓരോ ബുദ്ധിമുട്ടുകളും പ്രാരാബ്ദങ്ങളൊക്കെ വരുമ്പോൾ ഓണത്തിനോടുള്ള ഇതൊക്കെ ഒരു ആഘോഷം, അത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന. ഇപ്പം ഈ തൃക്കാക്കരയപ്പം വയ്ക്കുന്നു, നാളികേരം കൂട്ടുന്നതൊക്കെ ഞങ്ങൾ രണ്ടുപേര് മാത്രമേ ഉള്ളൂ വീട്ടിൽ. പക്ഷേ ഇതൊക്കെ കുട്ടികൾ കണ്ടു വലുതാവണം. അവർ ആ സംസ്കാരം പഠിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ അവരുള്ളപ്പോൾ തന്നെ ഇതൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഞാനും ഭാര്യയും തന്നെയുള്ളപ്പോൾ അങ്ങനെ ഒരു ഇത് മനസ്സുകൊണ്ട് അത്ര ഇതൊന്നുമല്ല. എങ്കിലും ആ ചടങ്ങുകൾ മുടക്കണ്ട എന്നുള്ളതിൻ്റെ പേരിൽ ഇപ്പോഴും ആഘോഷിച്ചു വരികയാണ്. പഠിച്ചതൊന്നും മറക്കാൻ പാടില്ലല്ലോ അതിൻ്റെ പേരിൽ. അപ്പോൾ ഈ തലയിലെ മുറിവുണ്ടായത് ഏകദേശം 1-ലോ 2-ലോ പഠിക്കുകയാണ്. 5 വയസ്സ് ശരിക്കും എന്നെ സംബന്ധിച്ച് 2-ലാണ്. 4-ാം വയസ്സിൽ എന്നെ 1-ാം ക്ലാസ്സിൽ ചേർത്തു. സ്കൂളിൽ കുട്ടികൾ വളരെ കുറവായ കാരണം ഞാൻ എനിക്ക് 4 വയസ്സും 3 മാസം ഉള്ളപ്പോൾ 5 വയസ്സായി എന്ന് പറഞ്ഞ് എന്നെ സ്കൂളിൽ ചേർത്താ ചെയ്തത്. അന്ന് സ്കൂളിലുണ്ടായിരുന്ന ശങ്കുണ്ണി മാസ്റ്ററാണ് അച്ഛൻ്റെ കയ്യിൽ നിന്ന് എന്നെ പിടിച്ചുകൊണ്ടുപോയി ക്ലാസ്സിൽ 5 വയസ്സായി എന്ന് പറഞ്ഞ് ചേർത്തത്. അപ്പോൾ ശരിക്കും എൻ്റെ SLC ബുക്കിലെ പ്രായത്തെക്കാളും ഒരു 8 മാസം കുറവാണ് എനിക്ക്. അപ്പോൾ അന്ന് മരോട്ടിച്ചാലിലേക്ക് ബസ്സുകളൊന്നും ഓടിയായിരുന്നില്ല. മാന്നാമംഗലം വരെ ചില ബസ്സുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതും വളരെ കുറവാണ്. നടന്നു പോവുകയാണ് ചെയ്യുക സാധാരണ മാന്നാമംഗലം വരെ. അവിടെ നിന്നാണ്, അതിനു മുമ്പ് വെട്ടുകാട് വരെ വണ്ടി ഉണ്ടായിരുന്നുള്ളൂ. മാന്നാമംഗലത്തു നിന്നാണ് എന്തെങ്കിലും അത്യാവശ്യങ്ങൾക്ക് ടൗണിലേക്ക് പോകാനൊക്കെ ആയിട്ട് അച്ഛനും അല്ലെങ്കിൽ അവരൊക്കെ യാത്ര. അച്ഛനൊക്കെ തൃശ്ശൂർ പോകുക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഒരു ആഘോഷം പോലെയാണ് അച്ഛൻ ടൗണിൽ പോകുക എന്ന് പറഞ്ഞാൽ. ഒന്നും വാങ്ങിക്കൊണ്ടുവരുന്നതിലൊന്നുമല്ല കേട്ടോ. കാരണം കൊല്ലത്തിൽ 1-2 തവണ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഓണത്തിന് പോകുന്നത്, ഞങ്ങൾക്ക് 3 ആൺമക്കളാണ്, അച്ഛന് 2 പെണ്ണും. അപ്പം ഞാനും 2 ചേട്ടന്മാരും. ഞങ്ങൾക്ക് 3 കളറിലുള്ള ഓരോ റബ്ബർ ബോൾ മേടിച്ചുകൊണ്ട് വരും. ഓണത്തിൻ്റെ ആകെയുള്ള ഒരു ഓർമ്മയാണ് ആ 3 ബോൾ മേടിച്ചുകൊണ്ട് വരുന്നത്. അത് 3 കളറിലായിരിക്കും. ഞങ്ങളത് 3 പേരും. പക്ഷെ അപ്പം എന്തുകൊണ്ട് കളിച്ചതായിട്ടുള്ള ഓർമ്മകളൊന്നും എനിക്കില്ല. ഭദ്രമായിട്ട് എടുത്തു വയ്ക്കും. പിന്നീട് അന്വേഷിക്കുമ്പോൾ കിട്ടില്ല. ഏതെങ്കിലും കാലത്തൊക്കെ പിന്നീട് കാലങ്ങൾക്ക് ശേഷം നോക്കുമ്പോൾ മണ്ണിൻ്റെ ഉള്ളിൽ ചതിര് പിടിച്ച പോലെ ഇങ്ങനെ ദ്രവിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അങ്ങനെയൊക്കെ അത് അതുകൊണ്ട് കളിയൊന്നും കാര്യമായിട്ട് നടന്നിട്ടില്ല. കളിക്കൽ കൂടുതലായിട്ട് ഗോലിക്കായും അണ്ടി കളിക്കുക, ഗോലിക്കായ കളിക്കുക, പിന്നെ കുട്ടി ഗോലി കളിക്കുക, ഇതൊക്കെയാണ് മെയിൻ കളികളൊക്കെ. ഈ ഓണത്തിൻ്റെ മുമ്പ് ശരിക്കും വിഷുവിനും അച്ഛൻ ഇതുപോലെ തന്നെയാണ് കേട്ടോ. ഞങ്ങളെ വിളിച്ചു നിർത്തും കണി കാണാനായിട്ട്. അമ്മ ഞങ്ങളുടെ കണ്ണ് പൊത്തി വിഷുക്കണി ഒരുക്കി വെച്ചിരിക്കുന്നതിൻ്റെ മുമ്പിൽ കൊണ്ടിരുത്തും. കണി കണ്ടു കഴിയുമ്പോൾ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും 25 പൈസ വീതം തരും അച്ഛൻ. അപ്പോൾ ഈ 25 പൈസ ഭദ്രമായിട്ട് പോക്കറ്റിലിട്ട്, എന്ത് വലിയ സന്തോഷമായിരിക്കുന്നു അറിയോ ആ 25 പൈസ. അത് പോക്കറ്റിൽ ഭദ്രമാക്കിയിട്ട് ഇട്ട്, അന്ന് വള്ളി ട്രൗസറാണ്, കഴുത്തിൽ കൂടി വി പോലെ ഇട്ടിട്ടുള്ളൊരു ട്രൗസറാണ്. അപ്പോൾ അതിൻ്റെ കീശയിൽ ഇതിട്ടിട്ട്, വേറെ ബനിയനോ ഷർട്ടൊന്നും ഇല്ല, വി പോലത്തെ ആ ട്രൗസർ തന്നെ ഉണ്ടാവുള്ളൂ. ബാക്കിൽ ഇൻഡ് പോലെ വരും, മുന്നിൽ ശരിക്കും 2 വള്ളി.
അതിങ്ങനെ ക്രോസ് ചെയ്തിട്ടാണ് ബേക്കിൽ വരിക. അപ്പോൾ ആ ട്രൗസറിൻ്റെ ഉള്ളിൽ 25 പൈസ ഇട്ട് ഞങ്ങൾ കളിക്കാൻ പോകും. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഒരു വിധം കയറി വരുമ്പോൾ അച്ഛന് ഊണ് കഴിഞ്ഞ് 2 മണിക്കൊരു കിടക്കലുണ്ട്. കിടക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശറി കൊണ്ട്, കറണ്ടൊന്നും ഇല്ലല്ലോ അന്ന്, വിശറി കൊണ്ട് ഞങ്ങൾ മാറി മാറി ഓരോ ഊഴം അനുസരിച്ച് അച്ഛനെ വീശണം. അച്ഛൻ ഉറങ്ങിക്കഴിഞ്ഞാൽ ഈ പാളവിശറി തൊട്ടടുത്ത് വീട്ടിലന്ന് അപൂർവമായിട്ടുള്ള ഒരു സാധനമാണ് കട്ടിൽ. ഒരു കട്ടിലേ വീട്ടിലുള്ള, അത് അച്ഛനുള്ളതാണ്. അപ്പോൾ അച്ഛൻ അതിൽ കിടക്കും. വീശി കഴിഞ്ഞാൽ പതുക്കെ പാളവിശറി ആ കട്ടിലിനോട് ചേർത്ത് വെക്കും. അപ്പോൾ ഓരോ ക്ലോക്ക് ഉണ്ട് അവിടെ, ഇങ്ങനെ ആ ക്ലോക്കിൽ നോക്കി ഓരോ 2 മിനിറ്റാണ് ഓരോരുത്തർ വീശുക. അപ്പോൾ 2 മിനിറ്റ് 2 മിനിറ്റ്. അത് ഉച്ചയ്ക്ക് ഞങ്ങൾ ക്ലാസ് ഉള്ള സമയങ്ങളാണെങ്കിൽ, ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മണിക്ക് വന്നാൽ പിന്നെ ക്ലാസ് കൂടുക 2 മണിക്കാണ്. അപ്പോൾ ആ ഇടവേളകളിലാണ് അച്ഛൻ കിടക്കുന്നുണ്ടാവുക. അപ്പോൾ വിളിക്കും, എന്നെ കുഞ്ചു എന്ന് പറഞ്ഞ് വിളിക്കുക, കുഞ്ചോ വരാൻ പറയും. അങ്ങനെ ഞാൻ വീശും. അപ്പം ഞാൻ ഇങ്ങനെ വാശി പിടിച്ച് കരയുമ്പോൾ ചേട്ടനോടും കൂടി വരാൻ പറയും. അങ്ങനെ ഞാനും ചേട്ടനും കൂടി ഇങ്ങനെ 2 മിനിറ്റ് വീശി ഉറക്കും. അപ്പം അച്ഛൻ ഇങ്ങനെ ഈ ഉറങ്ങുന്നതിന് മുമ്പ് വിഷുവിന് തരുന്ന ഈ കൈ നീട്ടം ഞങ്ങൾ ഓരോരുത്തരെ വിളിച്ചിട്ട് പറയും, ആ പൈസ തിരിച്ചു തരാൻ പറയും. അങ്ങനെ തന്ന ആ പൈസ കൂടി അച്ഛൻ തിരിച്ചു വാങ്ങിക്കും. അത് കാരണം ചിലവാക്കാനൊക്കെ പേടിയാണ്, തരുമ്പോഴുള്ള സന്തോഷം പോലെ തന്നെയാണത്. അപ്പോൾ അങ്ങനെ ഇത് അപ്പം ഈ പന്ത് കൊണ്ടുവരും. ഇങ്ങനെ അപൂർവം ഇതിൽ അച്ഛൻ, പക്ഷെ ഈ സംഭവം നടക്കുമ്പോൾ അച്ഛൻ തൃശ്ശൂർ പോയിരിക്കുകയായിരുന്നു അന്ന്. ഞങ്ങളുടെ വീട്ടിലൊന്നും അന്ന് പഞ്ചസാര, ചായപ്പൊടി, ചായപ്പൊടി ഉണ്ട്, പഞ്ചസാര അല്ലെങ്കിൽ അതുപോലെ വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും വീട്ടിലില്ല. ഉപ്പ്, ശർക്കര, ആട്ട, ഗോതമ്പ് പൊടിച്ചു കൊണ്ടുവന്ന ആട്ട, അരി, ഇത് തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ ഈ കപ്പ പുഴുങ്ങിയതും അല്ലെങ്കിൽ ചാമ, മറ്റുള്ള കാര്യങ്ങൾ അതും ഇതും പയറും ഒക്കെ ഉണ്ടാവും ഇഷ്ടംപോലെ. പിന്നെ ഉപ്പേരി വയ്ക്കാനായിട്ട് ഒരുപാട് സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടാവും. അപ്പോൾ ടൗണിൽ പോയി ഒരു സാധനം വാങ്ങിക്കൊണ്ടേണ്ട കാര്യമൊന്നുമില്ല അന്നത്തെ പോലെ. അപ്പോൾ വിഷു ഓണത്തിന് ഈ കോടിയെടുക്കാനാണ് അച്ഛൻ പോകണ്ടായിരുന്നത്. അങ്ങനെ അച്ഛൻ പോയി. ഞങ്ങൾ തൃക്കാക്കരയപ്പന് ഉണ്ടാക്കാനായിട്ട് മണ്ണ് കുഴയ്ക്കണം. അപ്പം അതിന് മൂത്ത ചേട്ടനാണ് അതിന് മണ്ണ് കളയ്ക്കുന്നത്. മൂത്ത ചേട്ടൻ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കയ്യിൻ്റെ വലിപ്പമുള്ള ചെറിയ കൈക്കോട്ടുണ്ട്, കയ്യിൻ്റെ ഈ കത്തിയുടെ വീതിയെ വരുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ശരിക്കും ഒരു കൈ കൊണ്ടൊക്കെ സുഖമായിട്ട് ഇങ്ങനെ കൊത്തിയെടുക്കാം. പാമ്പൂരി കൊത്തുന്ന കൈക്കോട്ടെന്നാ പറയുക. കിണറിന് പാമ്പൂരി കൊത്തുന്ന കൈക്കോട്ട. ആ കൈക്കോട്ട് കൊണ്ടാണ് മണ്ണ് കളയ്ക്കുന്നത്. അങ്ങനെ ചേട്ടൻ ആർഭാടായിട്ട് വന്ന് വീടിൻ്റെ തെക്കേ സൈഡിൽ ഒരു കടപ്ലാവുണ്ട്. ആ കടപ്ലാവിൻ്റെ ചുവട്ടിൽ നിന്ന് മണ്ണ് കളയ്ക്കാൻ തുടങ്ങി. അപ്പം ഞാനും നേരെ മൂത്ത ചേട്ടനും തൊട്ടടുത്തുണ്ട്. ഏറ്റവും മൂത്ത ചേട്ടനാണ് മണ്ണ് കളയ്ക്കുന്നത്. താഴെയുള്ള അനിയത്തിയുണ്ട്, ശാന്തയുണ്ട് കൂടെ. അങ്ങനെ ഞങ്ങൾ 3 പേരും ഇങ്ങനെ ചുറ്റും കൂടിയിരിക്കുകയാണ്. മണ്ണ് കളച്ച് ഒരു ചെറിയ കുഴിയാവുമ്പോൾ ഞങ്ങൾ മണ്ണ് മാന്തി കൈകൊണ്ട് 3 പേരും കൂടി മാന്തി പുറത്തേക്കിടും. വീണ്ടും കളയ്ക്കും, ആ മണ്ണ് മാന്തി പുറത്തേക്കിടും. അങ്ങനെ കളച്ച് ഏകദേശം ഒരു 3-4 തൃക്കാക്കരയപ്പൻ ഉണ്ടാക്കാനുള്ള മണ്ണായിട്ടുണ്ട്. ശരിക്കും ഇപ്പോഴത്തെ കളിമണ്ണിൻ്റെ ഗുണമൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ചെറിയ കല്ലുകളൊക്കെ ഉണ്ടായിരിക്കും മണ്ണിൽ. ആ കല്ലുകളെല്ലാം നമ്മൾ അരിപ്പ കൊണ്ട് അരിച്ചെടുത്തിട്ട് കുഴച്ചൊക്കെയാണ് തൃക്കാക്കരയപ്പം ഉണ്ടാക്കുക. അതിന് തൃക്കാക്കരയപ്പന് ഒരു പീഠം വേണം, പിന്നെ അമ്മൂമ്മ, അമ്മിക്കല്ല്, നാളികേരം, ഇതൊക്കെ ഉണ്ടാക്കും ആ മണ്ണ് കൊണ്ട്. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു ഷേപ്പിൽ തന്നെ ഉണ്ടാക്കും. അമ്മയുടെ അമ്മയൊക്കെ അവരുടെ തറവാട്ടിൽ ഉണ്ടാക്കുക, തൊട്ട് മുകളിൽ തന്നെയാണ് തറവാട്. അവരുണ്ടാക്കുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണിങ്ങനെ കൂട്ടിക്കുഴച്ച് ഒരു പ്രത്യേക രൂപത്തിൽ കൂട്ടിക്കുഴച്ച് വെച്ചിട്ടേ ഉണ്ടാവുള്ളൂ. ഞങ്ങൾ അടിച്ച് പരത്തി കുറേ നേരം വെയിലത്ത് വെച്ച് അതിനെ വലിഞ്ഞു കഴിയുമ്പോൾ വീണ്ടും വെള്ളം ചിലപ്പോൾ തുപ്പലം തൊട്ടൊക്കെ ഇങ്ങനെ മിനുക്കും അതിനെ. അങ്ങനെ മിനുക്കിയിട്ടൊക്കെയാണ് ഞങ്ങളത് ഉണ്ടാക്കിയെടുക്കുക, പിന്നെ ഒരു പ്രത്യേക ഷേപ്പിൽ. അപ്പോൾ മണ്ണ് കളയ്ക്കാൻ തുടങ്ങി. കുറച്ച് മണ്ണായി കഴിഞ്ഞപ്പോൾ വീണ്ടും കളച്ചു ചേട്ടൻ. അപ്പം ഞങ്ങൾ പറഞ്ഞു, മണ്ണ് വാരിയിട്ട് ഇനി കളച്ചാൽ മതി എന്ന് പറഞ്ഞു. ചേട്ടൻ പറഞ്ഞു, ഞാൻ കളയ്ക്കും, നിങ്ങൾ വാരണ്ട, ഞാൻ കളച്ച് കഴിഞ്ഞിട്ട് വാരിയാൽ മതി എന്ന് പറഞ്ഞു. ഇല്ല, ഞങ്ങൾ വാരിയിട്ട് കളച്ചാൽ മതി എന്ന് പറഞ്ഞു. ചേട്ടൻ പറഞ്ഞു, ഞാൻ കളയ്ക്കും, നിങ്ങൾ വാരണ്ട, ഞാൻ വാരിയിട്ട്. പറ്റില്ല എന്ന് പറഞ്ഞ് മണ്ണ് വാരാൻ ഞാനാണ് തല കുമ്പിട്ട് ഇങ്ങനെ മണ്ണ് വാരാനായിട്ട് കുമ്പിട്ട വഴി കൈക്കോട്ടുണ്ട് ഒറ്റ കളവ്. ശരിക്കും ഇതിലാണ് ഇങ്ങനെയുള്ള ആ കൈക്കോട്ടിൻ്റെ ഒരു മൂലയാണ് ഇവിടെ കുത്തിയത്. കുത്തിക്കഴിഞ്ഞ വഴി ചോരയുടെ കളിയായി മേലും ട്രൗസറിൽ കൂടിയൊക്കെ. അമ്മ വിവരറിഞ്ഞ് അമ്മ ഓടി വന്നു കഴിഞ്ഞിട്ട് ഉടൻ തന്നെ ചേട്ടപ്പടിക്ക് ഓടി. മറ്റു 2 പേരും കടപ്പളാവിൻ്റെ അവിടെ ഒളിച്ചിരുന്നു. എന്നെ കൊണ്ടുപോയി അകത്ത് ഇടയത്ത് കൊണ്ടിരുത്തി. തൊട്ടപ്പുറത്തൊരു ടീച്ചറുണ്ട്, ഹിന്ദി ടീച്ചർ എന്ന് ഞങ്ങൾ വിളിക്കുക, കാർത്യായനി ടീച്ചർ.
ആ ടീച്ചറുടെ മകൾ ഇപ്പോൾ മറൂട്ടി ചൈൽഡ് സ്കൂളിൽ ശ്രീജ എന്നുള്ള പേരിൽ അവിടെ മറൂട്ടി ചൈൽഡ് സ്കൂളിൽ അധ്യാപികയാണ് ശ്രീജ ടീച്ചർ. അപ്പോൾ ഈ കാർത്തിയാനി ടീച്ചറുടെ വീട്ടിൽ പോയി കഴിഞ്ഞ് കുറച്ച് പഞ്ചസാര വാങ്ങിക്കൊണ്ടുവന്നു. ആ പഞ്ചസാര ഈ മുറിവിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് ഒരു തുണി നനച്ച് അമ്മ ഉടുത്തിരുന്ന മുണ്ടിൻ്റെ ഒറ്റമുണ്ടിൻ്റെ തുമ്പ് കീറി ആ മുണ്ട് വെള്ളത്തിൽ നനച്ച് തലയിൽ ഒട്ടിച്ചു വെച്ചു. എന്നെ കൊണ്ടുപോയി ഒരു മുറിയിൽ, ലൈറ്റ് ഒന്നും ഇല്ലല്ലോ അന്നൊക്കെ, പെട്രോൾസ് ആണ് രാത്രി കത്തിക്കുക, ചെറിയ മണ്ണെണ്ണ വിളക്കാണ്. അപ്പോൾ മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് വെച്ച് കഴിഞ്ഞിട്ട് എന്നെ ഒരു മുറിയിൽ കൊണ്ടുപോയി കിടത്തി. ഏകദേശം വൈകുന്നേരം 6 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. അച്ഛൻ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ തന്നെ ഒരു 7 മണിയായിട്ടുണ്ട്. അന്ന് അച്ഛൻ ഇതറിഞ്ഞില്ല. ഞാൻ എവിടെയെന്ന് ചോദിച്ചപ്പോൾ കിടക്കുകയാണെന്ന് മാത്രം പറഞ്ഞില്ല. പിറ്റേ ദിവസമാണ് ഈ സംഭവം ഇങ്ങനെ അച്ഛൻ അറിയുന്നത്. പിന്നെ അത്ര നേരം കഴിഞ്ഞതിൻ്റെ പേരിൽ ചേട്ടനെ തല്ലാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊന്നും പോയിട്ടില്ല. ഒരുപാട് തല്ലുകൾ ചേട്ടന് വിറകുള്ളി എടുത്തൊക്കെ അടി കിട്ടിയിട്ടുണ്ട്. ചേട്ടൻ്റെ ഓരോ കുസൃതിതരങ്ങളെ കൊണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് പിന്നീടൊരു എപ്പിസോഡിൽ പറയാം. അപ്പോൾ ഓണത്തെക്കുറിച്ച് പറയുമ്പോൾ ആ തലയുടെ മുറിവ്, അന്നൊക്കെ ആ പഞ്ചസാര വെച്ചത് മതി. ഇപ്പോഴും അവിടെ മുറിവൊന്നുമില്ല, പക്ഷെ അവിടെ ഒരു തടിപ്പ് പോലെ ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട്. അവിടെ മുടിയൊന്നും വരില്ല, അവിടെ ഒരു തടിപ്പ് പോലെ നിൽക്കുന്നുണ്ട്. ഈ ഓണം വരുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഓർമ്മ ആ തലയിലെ മുറിവാണ്. പിന്നെ കുറേ രസകരമായ ഓർമ്മകൾ ഒരുപാടുണ്ട്. പിന്നെ അച്ഛൻ്റെ ബീഡി കാണാതെ, ആപ്പിൾ ബീഡിയാണ് അച്ഛൻ വലിക്കുക, അത് എടുത്തുകൊണ്ട് പോയി അടുപ്പിൽ നിന്ന് കനല് ഒരു ചിരട്ടയിൽ എടുത്തുകൊണ്ട് പോയി തട്ടികയാണ് കക്കൂസിന് വാതിലായിട്ട്, ഈ മുളയുടെ തട്ടിക. അതിനുള്ളിൽ കൊണ്ട് ഈ ബീഡി വലിച്ച കഥയൊക്കെ ഉണ്ട്. അത് അടുത്തൊരു എപ്പിസോഡിൽ പറയാം. അപ്പോൾ ഓണത്തെക്കുറിച്ചുള്ള ഈ ഓർമ്മ ഇതാണ്. ബാക്കി വിശേഷങ്ങൾ അടുത്തൊരു ഓർമ്മക്കുറിപ്പിൽ വരും കേട്ടോ.